ഹായ്, എല്ലാവരും എന്ത് പറയുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് വോട്ടൊക്കെ ചെയ്തോ എല്ലാവരും? ഇന്ന് വോട്ടിംഗ് ആയിരുന്നു. ഞാൻ രാവിലെ പോയി ചെയ്തു. എൻ്റെ വോട്ടാണ് ഇത്. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, രാവിലെ പോയി ചെയ്തു. പിന്നെ വേറെ ഒന്നുമില്ല, എല്ലാവരും എൻ്റെ വ്ളോഗുകൾ കാണാറുണ്ടല്ലോ. പിന്നെ ചൂടാണ്, അടുക്കളയിലൊക്കെ ഫാൻ ഉണ്ടെങ്കിലും ചൂടാണ്. അങ്ങനെ പോന്നു. വേറെ എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ? ഞാൻ ഇന്ന് ചെറിയൊരു എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വെച്ചു. പിള്ളേർക്ക് എപ്പോഴും ചോറ് മാത്രം കഴിച്ചങ്ങ് വെറുത്തു. അപ്പം ഞാനൊരു വെജിറ്റബിൾ എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ കാണിക്കാം. അതിൻ്റെ കാര്യമാണ്, എഗ്ഗ് 6 ഉണ്ട്, ക്യാപ്സിക്കം, ഇഞ്ചിയും പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത്, മല്ലിയില, തക്കാളി, ക്യാരറ്റ്, അല്പം കറുവാപ്പട്ട, ഇതെല്ലാം കൂടെ കൂട്ടി വെച്ചിരിക്കുക. പിന്നെ ഇച്ചിരി കിസ്മസ്, പിന്നെ ഇച്ചിരി നെയ്യ്, ഇതെല്ലാമേ ഉള്ളൂ. പിന്നെ കുറച്ച് അവിടെ ഇവിടെയായിട്ടാണ് ഉള്ളി. ഇത്രയും സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് പാത്രം വെച്ച് ഞാൻ ഇനി അടുപ്പ് കത്തിക്കട്ടെ. ഒരു 1 കിലോയുടെ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് അടുത്തത് നോക്കാം. നെയ്യ് ഒഴിക്കാം. ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ്. അപ്പം നമുക്ക് എഗ്ഗ് ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് ഇച്ചിരി മഞ്ഞൾ ഇട്ടിട്ട് നമുക്കത് നോക്കാവേ. നമുക്ക് എഗ്ഗ് ഇടാമേ. എഗ്ഗ് ഇട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ജസ്റ്റ് ഒന്ന് എടുക്കുന്നേ ഉള്ളൂ. ഇതൊന്ന് 4 വശം ഒന്ന് മൂത്തിട്ട് വന്നെടുക്കാവേ. എഗ്ഗ് എടുത്ത് അടുത്ത നമുക്ക് ഈ കറുവാപ്പട്ട, ഉച്ചയില, ഗ്രാമ്പു, ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് വറക്കാം. കുറച്ച് നെയ്യും കൂടെ നമുക്കല്പം കിസ്മിസ് ഇടാം. ഒരുപാട് ഇട്ടില്ലെങ്കിലും കുറച്ചിടാം. ഇതെല്ലാം കൂടെ വറക്കട്ടെ. ഇന്ന് കാണുമെന്നുള്ളതാണ്. വേണ്ട, ഉപ്പിടാം. ഇഞ്ചിയും പച്ചമുളകും അരച്ചത്, നമുക്കിനി ക്യാരറ്റ് ഇടാം. തക്കാളി ഇടാം. ക്യാപ്സിക്കം ഇടാം. നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടാം. കുറച്ച് മുളക് പൊടി ഇടാം. കുറച്ച് മല്ലിപ്പൊടി ഇടാം. കുറച്ച് ഗരം മസാല ഇടാം. കുറച്ച് ചിക്കൻ മസാല ഇടാം. ഇത് വരട്ടാം. ഉപ്പിട്ടതാണേ, നേരത്തെ ഉപ്പിട്ടതാണ്.
കുതിർത്ത് വെച്ച അരി ഇടാം. ഇതിനെ ഇളക്കാം. നമുക്ക് തിളപ്പിച്ച വെള്ളം ഒഴിക്കണം. നമുക്ക് അല്പം ധനിയാപ്പത്ത ഇടാം. നമുക്ക് മുട്ട ഇടാം. നല്ലപോലെ ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് തിളച്ച വെള്ളം അളന്നെടുത്താണ് നമുക്ക് അല്പം ഉപ്പിടാം. അല്പം നാരങ്ങ പിഴിഞ്ഞ് അപ്പം നമുക്ക് ഇത്തിരി ധനിയാപ്പത്തയും കൂടെ വെന്തിട്ട് പിന്നെ നമുക്ക് വീണ്ടും ചേർക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഇനി ഇതായി വരണേ. അപ്പോൾ ഇനി അത് അടച്ച് വെക്കാമേ. ഇനി നമുക്ക് ഇത് അടച്ച് വെക്കാം. ഇനി വേവട്ടെ. ബിരിയാണി ഒന്ന് നോക്കാവേ. നല്ല മണമുണ്ടേ. എല്ലാം റെഡിയായേ. റെഡി ആയിട്ടുണ്ട് എൻ്റെ ബിരിയാണി. എഗ്ഗ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബായ്. കുറച്ചുകൂടെ മല്ലിയിലയും കൂടെ ഇടാം. ഒരു ഗുമ്മായിട്ട് ഇരുന്നോട്ടെ. അപ്പം എൻ്റെ എഗ്ഗ് ബിരിയാണി നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്ക്. പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി ഇതൊന്നുകൂടെ അടച്ച് വെന്തു നല്ല കറക്റ്റിന് വെള്ളം ഇട്ടുകൊണ്ട് നമുക്ക് പാകത്തിന് കിട്ടി. നമുക്കിനി ഇതൊന്ന് അടച്ച് ഒരു 5 മിനിറ്റ് കൂടെ വെച്ചാൽ മതി. അപ്പോൾ ഇതെല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ ബിരിയാണി ഓക്കെ, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഭയങ്കര ചൂടത്ത് നിന്ന് ഉണ്ടാക്കിയതാണ്. ഓക്കെ, എൻ്റെ മല്ലിച്ചപ്പ് കണ്ട. ഞാൻ മല്ലിച്ചപ്പ് ഇതിൻ്റെ കൂടെ പറയുകയാണേ. ഇതിനകത്ത് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതിനകത്തോട്ട് വെച്ച് കഴിഞ്ഞ് നമ്മളൊരു പ്ലാസ്റ്റിക് കവറുണ്ട്, അത് വെച്ച് മൂടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരാഴ്ചയല്ല 2 ആഴ്ചയല്ല എത്ര വേണേലും ഇരിക്കും. ഞാൻ അതിൻ്റെ എക്സാമ്പിൾ കാണിക്കാം. ഞാൻ ഇവിടുന്ന് പോയിട്ട് ഒരു 3-4 ആഴ്ചയായി ഞാൻ മല്ലിയിലയല്ല കരിവേപ്പില എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. 4 ആഴ്ചയിൽ മേലെയായി. സത്യം പറയുക, അത് ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുക. ഇത്രയും ആയിട്ടും ഇത് കണ്ടോ നിൽക്കുന്നത് ഫ്രഷായിട്ട് തന്നെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. 4 ആഴ്ച ഏകദേശം 1 മാസമായെന്ന് ഞാൻ പറയാം. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇത് വന്നതേ ഉള്ളൂ. അത് കെയറായിട്ട് വെക്കാത്തതിന് നമ്മളിങ്ങനെ പ്ലാസ്റ്റിക് കവറിൽ ഇങ്ങനെ ഇട്ട് നമ്മൾ അതിനകത്ത് ഫ്രിഡ്ജ് വെച്ചാൽ മതി. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണേ. ഓക്കെ, അതും കൂടെ പറയാനാ. ഓക്കെ, ബൈ.